അല്ല, അപ്പൊ അതുകൊണ്ട് ഇതും കൂടെ ഒന്ന് കാണിച്ചാൽ ഞങ്ങൾ നിർത്തുകയാണ്. ഇതും കൂടി ഒന്ന് നിയമസഭയിൽ സമർപ്പിച്ച കാര്യം, നമ്മൾ നിയമസഭയിൽ എൽദോസ് MLA കൊടുത്ത കാര്യം ഇതാണ്. നിയമസഭയിൽ എൽദോസ് MLA കൊടുത്ത കാര്യം ഇതാണ്. യഥാർത്ഥത്തിൽ പ്രധാനമായിട്ട് ഒരു മെൻസ് കമ്മീഷന്റെ ഡിമാൻഡാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുവരുന്നത്. അത് എൽദോസ് MLA സംസാരിച്ചു. ചാണ്ടി ഉമ്മനോട് ഇന്ന് വൈകിട്ട് ചാണ്ടി ഉമ്മനോട് സംസാരിക്കുന്നുണ്ട്. എല്ലാ പാർട്ടികളിലെയും ആൾക്കാരോട് നമ്മൾ കൊണ്ടുചെന്ന് ഈ റിക്വസ്റ്റുമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വേണ്ടത് ഒരു മെൻസ് കമ്മീഷൻ, യുവജന കമ്മീഷൻ മാതൃകയിൽ, വനിതാ കമ്മീഷൻ മാതൃകയിൽ ഇതാണ്. ഇനി രണ്ട് മീഡിയക്കാരുടെ ഒരു വാക്കും കൂടെ പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. പലപ്പോഴും മീഡിയക്കാർ ഈ പുരുഷ കമ്മീഷനും പുരുഷാവകാശത്തിന് വേണ്ടി പോരാടുന്നവർ ചെയ്യുമ്പോൾ കുറച്ച് തമാശയായിട്ടൊക്കെ കാണാറുണ്ട്. ഓർക്കുക, അങ്ങനെ നിങ്ങൾക്ക് തമാശയാണെന്ന് തോന്നിയാൽ ക്ഷമിക്കുക. അതോടൊപ്പം 50 ദിവസവും 100 ദിവസവും 150 ദിവസവും ഒക്കെ ജയിലിൽ കിടന്ന് വരും. ഒരു തെറ്റും ചെയ്യാതെ ജയിലിൽ കിടന്ന് വല്ലുമാണ് ഇവിടെ നിൽക്കുന്നത്. ചിലപ്പോൾ റിയാക്ട് ചെയ്യുമ്പോൾ ഓവറായി പോകും. അതിന് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങളോട് ക്ഷമ കൂടെ ചോദിക്കുന്നു. ഉള്ളിലെ വേദന വെളിയിലേക്ക് വരുന്നതാണ്. അതാണ് ചിലപ്പോഴെങ്കിലും പടക്കം പൊട്ടിക്കലായി മാറുന്നത്. ഉള്ളിലെ വേദനയാണ് പാലഭിഷേകമായി മാറുന്നത്. പറയാൻ ആരുമില്ല എന്നുള്ള തിരിച്ചറിവാണ് ചിലപ്പോഴെങ്കിലും മാലയിടണമെന്നും അല്ലെങ്കിൽ എന്താ പറയണ്ടേ ജയ് വിളിക്കണമെന്നും പടക്കം പൊട്ടിക്കണമെന്നും തോന്നുന്നത്. അപ്പോ ഈ പുരുഷ കമ്മീഷന്റെ ആശയം കൂടി നമ്മളെ ശക്തമായി ഈ ജനുവരി 30 തൊട്ട് നമ്മുടെ ക്യാമ്പയിൻ തുടങ്ങുക. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ മുതൽ ഇന്ത്യയിലെ തന്നെ വ്യത്യസ്ത സംഘങ്ങളുമായി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് കേരളത്തിൽ AKM അടക്കമുള്ള പ്രമുഖമായ സംഘങ്ങളോട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള ക്യാമ്പയിനാണ് നമ്മൾ തുടങ്ങുന്നത്. അതിനും കൂടി എല്ലാവരുടെയും പിന്തുണയും പറ്റുക. ഞാൻ ഒരു കാര്യം മാധ്യമങ്ങളോട് ഇപ്പൊ അറിഞ്ഞതിൽ സൂചിപ്പിക്കാൻ നോക്കുക. ഇവിടെ ആരും ആരുടെയും കോലം കത്തിക്കുന്നില്ലല്ലോ. ഇവിടെ ഒരു ചട്ടത്തിൽ പാലഭിഷേകം നടത്തണമെന്ന് ഇവർ പറയുന്ന ലെജിറ്റിമേറ്റ് ആയ ഒരു ഡിമാൻഡ് അല്ലേ. അതായത് ബഹുമാനപ്പെട്ട ഒരു ജഡ്ജി ആദ്യമായിട്ടായിരിക്കും ഇന്ത്യയിലെ പാലഭിഷേകം AKM എന്ന് പറയുന്ന സംഘടന കൺസീവ് ചെയ്തു. അപ്പോ യാതൊരു രീതിയിലും പ്രകോപനമില്ലാത്ത ഒരുപാട് പേർ ഞങ്ങളുടെയൊക്കെ ശ്രീ അജിത് കുമാർജിയെ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ കോലം കത്തിക്കണമെന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരും പേരെടുത്ത് പറയുന്നില്ല. കമാൽ പാഷ സാർ പറഞ്ഞ കാര്യത്തിന് അദ്ദേഹത്തിന്റെ കോലം കത്തിക്കണമെന്ന് പറയുന്ന ആൾക്കാരും അങ്ങനെയല്ല. പകരം ബഷീർ സാറിന്റെ കട്ടൗട്ടിൽ പാലഭിഷേകം നടത്തുന്നതിന് എന്ത് അനീതിയാണ് ഇവർ കാണുന്നത്? ഈ ഞാൻ ഒരു കാര്യം വളരെ വേഗത്തോട് ചോദിച്ചോട്ടെ, രാഹുൽ ഈശ്വറോ അല്ലെങ്കിൽ അജിത് കുമാർജിയോ ജീവോജിയോ ആരെങ്കിലും നാളെ ഈ ഷാരൻ കൊന്നതിന് ശേഷം ഷാരനെ ന്യായീകരിച്ച് ടിവിയിൽ വന്നിട്ട് സംസാരിച്ചാൽ ഞങ്ങളെ പിടിച്ച് ജയിലിൽ നേരെ തിരിച്ച് കമാൽ പാഷ സാറിനെ പോലൊരു ഹൈക്കോടതി ജഡ്ജി ഇന്നലെ നിങ്ങൾ എല്ലാം കണ്ടു കാണും. എല്ലാ ചാനലിലും എടുത്ത് പറയുകയാണ്, ഗത്യന്തരമില്ലാതെ ഗ്രീഷ്മ ഷാരനെ കൊന്നതാണ്. ഷാരൻ യഥാർത്ഥത്തിൽ പുണ്യാളൊന്നും അല്ലല്ലോ. ഷാരൻ എന്തിനാണ് യഥാർത്ഥത്തിൽ ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് പോയത് എന്ന് പറഞ്ഞു മരിച്ചൊരാളെ അപമാനിക്കുകയാണ്, മരിച്ചൊരാളെ അവഹേളിക്കുകയാണ്. മരിച്ചൊരാളെ അവഹേളിക്കുന്ന ഈ അവസരം ജസ്റ്റിസ് കമാൽ പാഷ സാറിനെ പോലെ വലിയൊരു മനുഷ്യൻ ചെയ്തിട്ട് എത്ര പേര് പ്രതിഷേധിച്ചു? ഈ രണ്ട് മീഡിയക്കാരോടെല്ലാം ഒരൊറ്റ ചോദ്യം, ഒരുപാട് ചോദ്യങ്ങളിലേക്ക് പോകുന്നില്ല. ഈ കേസിലെങ്കിലും ഗ്രീഷ്മ വേട്ടക്കാരിയും ഷാരോൺ ഇരയുമാണെന്ന് സമ്മതിക്കുന്നു. ടിവിയിലെ പലരും സംസാരിക്കുന്നത് കേട്ടാൽ ഷാരൻ യഥാർത്ഥത്തിൽ വേട്ടക്കാരനും ഗ്രീഷ്മ ഇരയുമാണ് എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഗ്രീഷ്മ ഗത്യന്തരമില്ലാതെ ചെയ്തതാണ്. ഗ്രീഷ്മയ്ക്ക് പറ്റിപ്പോയി. ഗ്രീഷ്മയ്ക്ക് മറ്റു മാർഗങ്ങളില്ലായിരുന്നു. ഓണർ ചെയ്തു. നിങ്ങളിൽ എല്ലാരും കേട്ടൊരു വാക്കുണ്ടാവും കമാൽ പാഷ സാറിന്റെ, അന്തസ്സായി കഷായം കൊടുത്തു. രാഹുൽ ഈശ്വർ പറയുന്നതല്ല, നിങ്ങളെല്ലാം TV ചാനൽ കേട്ട് കാണും. അങ്ങനെ ഒരു ചലഞ്ചിന്റെ ഭാഗമായി അന്തസ്സായിട്ട് അങ്ങ് എടുത്തു കൊടുത്തു. ഇത് രാഹുൽ ഈശ്വർ ഷാരോണെ കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ ഇവിടെ നിൽക്കുന്ന AKM-ക്കാര് ഷാരോൺ ആണ് ഗ്രീഷ്മയെ കൊന്നിരുന്നെങ്കിൽ ഷാരോണിനെ ന്യായീകരിച്ച് പറഞ്ഞാൽ നമ്മളെ അറസ്റ്റ് ചെയ്യൂലേ? അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പ്രതിഷേധം നടത്താൻ സമ്മതിക്കുന്നില്ല. എന്ത് ന്യായമാണുള്ളത്? പലപ്പോഴും സ്ത്രീകൾ അവരെ വേട്ടയാടുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീകളെ വേട്ടയാടുന്ന കേസിൽ സ്ത്രീകളെ ഒരു കാരണവശാലും മോശം പറയരുത്, സ്ത്രീകൾക്കെതിരെ വാക്കുപോലും പറയരുതെന്നൊക്കെ മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാർ പറയുന്നുണ്ട്. നേരെ മറിച്ച് ഷാരനെ കൊന്നതിന് ശേഷം 11 ദിവസം വെള്ളം കുടിക്കാതെ ഷാരനെ കൊന്നതിന് ശേഷം ഷാരനെ ഓർമ്മിക്കാനായി ഇവിടെ കൂടിയപ്പോൾ, ഷാരനെ സ്മരിക്കാനായി ഇവിടെ കൂടുന്നത് തടയുന്നത് പുരുഷ വിരോധമല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നാളെ നമ്മൾ ആണുങ്ങൾ അങ്ങനെ ആരെങ്കിലും വിഷം കൊടുത്തു മരിച്ചാൽ ആ വ്യക്തിക്ക് അനുകൂലമായ ഒരു സ്മരണയോ ഒരു പരിപാടിയോ സംഘടനയോ മനസ്സിലാക്കുന്ന പോലീസുകാർ കട്ടൗട്ട് എടുത്തോണ്ട് പോയി. പോലീസുകാർ കട്ടൗട്ട് എടുത്തോണ്ട് പോയി ഒരു ജഡ്ജിയുടെ കട്ടൗട്ടിൽ പാലഭിഷേകം നടത്താൻ വന്നപ്പോൾ ഒരു ജഡ്ജിയുടെ പോലീസുകാർ പാലിക്കൊണ്ടുപോയി കട്ടൗട്ട് കൊണ്ടുപോയി. ഈ നാട്ടിലെ പുരുഷ വിരോധം തെളിയിക്കാൻ ഇതിനപ്പുറം ഒരു കാര്യം ആവശ്യമുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഞങ്ങൾ പുരുഷ കമ്മീഷൻ വേണം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ റേസ് ചെയ്തു. ഇന്നലെ പാർട്ടിയോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. നിയമസഭയിൽ പോയി ശ്രീ എൽദോസ് MLA കണ്ടു. എൽദോസ് MLAക്ക് ഒരു ഡ്രാഫ്റ്റ്
ഡ്രാഫ്റ്റ് വനിതാ കമ്മീഷൻ പോലെ, യുവജന കമ്മീഷൻ പോലെ ഒരു പുരുഷ കമ്മീഷൻ വേണം എന്ന ഡ്രാഫ്റ്റ്. അത്തരം കാര്യങ്ങളൊന്നും മാധ്യമങ്ങൾ ശ്രദ്ധിക്കാറില്ല, പലപ്പോഴും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാറില്ല. ഇന്ന് വളരെ ജെന്യുവിനായി ഒരു ജഡ്ജിയുടെ, അതും ബഷീർ സാറിനെ പോലെ പ്രഗത്ഭനായ ഒരുപാട് മേഖലകളിൽ കഴിവ് വെച്ച് ജഡ്ജിക്ക് പാലഭിഷേകം ചെയ്യുമ്പോൾ അത് വയലൻസ് എങ്ങനെയാണ്? അപ്പോൾ ഇതാണ് ഈ നാട്ടിലെ പുരുഷന്മാരുടെ അവസ്ഥ എന്ന് മാത്രം ഓർത്താൽ. രണ്ട്, നിങ്ങൾ എനിക്ക് ഉറപ്പുണ്ട് ഒരു മീഡിയക്കാർക്ക് ഉള്ളിൽ തോന്നി, എല്ലാവർക്കും ഉള്ളിൽ തോന്നി കാണും, ആരും ഷാറിനെ ഒന്നും അങ്ങനെ വേട്ടക്കാരെന്ന് വിളിക്കില്ല. പക്ഷേ ജഡ്ജി ആയിരുന്ന, ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന ഒരു കമാൽ പാഷ സാറ് യഥാർത്ഥത്തിൽ ഷാരനെ കുറിച്ച് പച്ച കള്ളങ്ങൾ ടി വിയിലിരുന്ന് പറയാണ്. കോടതി വിധിയിൽ തെളിയിച്ച കാര്യങ്ങൾ പോലും കള്ളം പറയാണ്. ഷാരന് ഗ്രീഷ്മയുടെ മോശം വീഡിയോകൾ ഉണ്ടായിരുന്നു. ഷാരൻ ഇവരുടെ കല്യാണത്തിന് തടസ്സം നിന്നു, അങ്ങനെ ഗത്യന്തരമില്ലാതെ റാങ്ക് ഒക്കെ മേടിച്ചിട്ടുള്ള ഈ കുട്ടിക്ക് കൊല്ലേണ്ടി വന്നുവെന്ന്. ഇത് നേരെ തിരിച്ചാണ് ഷാരനെ ന്യായീകരിച്ച് ഷാരനാണ് കൊന്നിരുന്നെങ്കിൽ പറഞ്ഞാൽ ഈ നാട്ടിലെ അവസ്ഥ എന്താവുക? യഥാർത്ഥത്തിൽ ഇതാണ് ഈ നാടിന്റെ അവസ്ഥ. പുരുഷ കമ്മീഷന്റെ ആവശ്യം അവരോടും കൂടി അഭ്യർത്ഥിക്കാനുള്ളത്, പുരുഷൻ ഇവിടെ നിയമപരമായി യാതൊരു സംരക്ഷണവുമില്ല, പുരുഷൻ ഇവിടെ നിയമപരമായി യാതൊരു കാര്യമില്ല. ഇവരൊക്കെ കൊടുത്ത പല കംപ്ലൈന്റുകളും പോലീസ് ഗണിച്ചിട്ടില്ല. ഞാനിപ്പോ ഒരിക്കൽ പറയുകയുണ്ടായി, സാക്ഷാൽ നിവിൻ പോളി കൊടുത്ത കംപ്ലൈന്റ് ഗണിക്കുന്നില്ല, പിന്നാണോ നമ്മൾ കൊടുത്ത കംപ്ലൈന്റ് ഗണിക്കുന്നത്? ഉമ്മൻചാണ്ടി സാറിനെ വേട്ടയാടിയ സരിതയ്ക്കെതിരെ പരാതി എടുക്കുന്നില്ല, പിന്നാണോ പുള്ളിയെ വേട്ടയാടിയ സ്ത്രീക്കെതിരെ അല്ലെങ്കിൽ പുള്ളിയെ വേട്ടയാടിയ ആൾക്കാർക്കെതിരെ പരാതി എടുക്കുന്നത്? ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ. ഇവിടെ കൂടിയിരിക്കുന്ന പോലീസുകാരോട് ഏറ്റവും ബഹുമാനത്തോടെ പറയാനുള്ളത്, ഈ കട്ടൗട്ട് എടുത്തുകൊണ്ട് കൊണ്ടുപോയ ആർജവം ആ നിവിൻ പോളിക്കെതിരെയുള്ള വ്യാജ പരാതിക്കാർക്കെതിരെ FIR ഇടാൻ കാണിക്കുകയാണെങ്കിൽ അത് വലിയ കാര്യമാണ്. ഇവിടെ കട്ടൗട്ട് എടുത്തുകൊണ്ട് പോകാൻ കാണിച്ച ഇവിടെ കട്ടൗട്ട് എടുത്തുകൊണ്ട് പോയി, പാൽ എടുത്തുകൊണ്ട് പോയി ഇവർക്ക് നോട്ടീസ് കൊടുക്കാൻ കാണിച്ച അതായത് വിദ്വേഷ പ്രസംഗവും മറ്റും നടത്താൻ പാടില്ല. ഇന്നേവരെ അങ്ങനെ ഒരു വിദ്വേഷ പ്രസംഗവും ആരും നടത്താറില്ല. ഞങ്ങളൊക്കെ വളരെ ആലോചിച്ചാണ് ചെയ്യുന്നത്. ഇതേപോലൊരു നോട്ടീസ് നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്തിരിക്കുകയും, അല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ വ്യാജ പരാതി കൊടുത്തിരിക്കുകയും, ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതി കൊടുത്തിരിക്കുക. പോലീസുകാർ ഈ പേപ്പറിന്റെ വിലയെങ്കിലും ആളുകളുടെ ജീവിതത്തിലും ആളുകളുടെ കരിയറിലും നൽകണമെന്ന് നമ്മുടെ നാടിന്റെ അവസ്ഥ ഇതാണ്. അതുകൊണ്ടാണ് അതിശക്തമായ ഒരു പുരുഷ കമ്മീഷന്റെ ആവശ്യമുണ്ടാകുന്നത്. KKMA പോലുള്ള സംഘടനകൾക്ക് പ്രതിഷേധിക്കേണ്ടി വരുന്നത്, ഇങ്ങനെ പ്രതിഷേധിച്ചാലേ നാട്ടുകാരെ കേൾക്കുന്നുള്ളൂ, ഇങ്ങനെ പ്രതിഷേധിച്ചാലേ നിങ്ങൾ മനസ്സിലാക്കുന്നുള്ളൂ, വേറൊരു രീതിയിൽ മനസ്സിലാക്കുന്നില്ല. ആ പ്രതിഷേധത്തെ പോലും തടയാൻ പോലീസ് ഞാൻ ഈ ഒരു ചോദ്യം കൂടെ ചോദിച്ചു നിർത്താം. എത്രയോ ഈ പാലഭിഷേകത്തെ ക്രിമിനലൈസ് ചെയ്യുന്ന നല്ലതാണ്. ഒന്നുമില്ല, ഒരു പാലഭിഷേകം നടത്തുക, അതിനെ ക്രിമിനലൈസ് ചെയ്യുന്ന ഈ ആറ്റിറ്റ്യൂഡ് എവിടെ നമ്മുടെ നാടിനെ കൊണ്ടെത്തിക്കും? ഓരോരുത്തരും ചിന്തിക്കണം. പോലീസിന്റെ നടപടിയിൽ അതിശക്തമായി പ്രതിഷേധിക്കുന്നു. പോലീസുകാർ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങളെന്ന പുരുഷന്മാർക്ക് നാളെ കള്ളക്കേസ് വന്നാൽ ഞങ്ങളെ പോലെ കുറച്ചുപേരെ കാണും എന്നവർ മറക്കാതിരുന്ന വളരെ നന്നായിരിക്കും. എല്ലാ പുരുഷന്മാർക്കും വേണ്ടിയാണ് ഒരു കാര്യം കൂടെ, അതായത് മാധ്യമങ്ങളോടും കൂടിയാണ്. നിങ്ങളുടെ ഇടയിലുള്ള ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ, ആ പേരും കൂടെ തന്നെ പറയാം, ഡോക്ടർ അരുൺകുമാറിനെ പോലെ ഹൈക്കോടതി പറഞ്ഞത് കേട്ടില്ലേ? പോലീസുകാരുണ്ട് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് കേസെടുക്കുന്നത്. രാഹുൽ ഈശ്വറല്ല, ഹൈക്കോടതിയിലെ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ കേസെടുക്കുന്നത്? എന്തുകൊണ്ടാണെന്നറിയാമോ? എന്താ ചോദിച്ചത്? അതായത് അരുൺകുമാർ എന്ന വ്യക്തി നേരിട്ട് ആ പെൺകുട്ടിയോട് സംസാരിക്കുന്നൊന്നുമില്ല. പോക്സോ കേസിൽ 1-ാം പ്രതി അരുൺകുമാർ പെട്ടാൽ അദ്ദേഹത്തിന് നല്ല കഴിവുള്ള വ്യക്തിയാണ്, അദ്ദേഹത്തിന് വലിയ വലിയ അഭിഭാഷകരെ കൊണ്ടുവരാൻ കഴിയും. നിങ്ങൾ ഈ ക്യാമറ പിടിക്കുന്ന ആരെങ്കിലുമോ നമ്മൾ ആരെങ്കിലുമോ ഇങ്ങനെ പെട്ടുപോയെങ്കിൽ നിങ്ങൾ, ഞാൻ വേറെ ആരുടെയും കാര്യമല്ല, നിങ്ങളുടെ എന്റെയും കാര്യമാണ് പറയണേ. അതായത് നിങ്ങളോ ഞാനോ ആണ് പെട്ടുപോയതെങ്കിൽ നമ്മളൊക്കെ 2 ആഴ്ച ജയിലിൽ കിടക്കും. എന്തിന്? ഒരു തമാശ പറഞ്ഞു. ആ തമാശ പെൺകുട്ടിയോട് പോലുമല്ല, വേറൊരു ആൺകുട്ടിയോട് ഒരു തമാശ എന്ന തമാശ പറഞ്ഞു ഞാനും നിങ്ങളൊക്കെ 2 ആഴ്ച കിടക്കും. അതായത് ഒറ്റ വരിയേ ഉള്ളൂ, പുരുഷ വിരോധമാണ് പുരോഗമനം ചിന്തിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ നാട്ടിലുണ്ട്. ആ മനോഭാവത്തിനെതിരെയാണ് പോരാട്ടം. ആ മനോഭാവത്തിനെതിരെ ശക്തമായ നിലകൊള്ളാൻ കഴിയണം. ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഇന്ന് നടത്തുന്ന പ്രതിഷേധ പരിപാടി പോലീസ് തടഞ്ഞത് അത്യന്തം അപലപനീയമാണ്. നമ്മൾ ആഹ്ലാദ പ്രകടനമാണ്. നമ്മൾ ആഹ്ലാദ പ്രകടനം, എന്തിനാണ് ആഹ്ലാദ പ്രകടനം? ഷാരോണ് വേണ്ടിയുള്ള പ്രകടനമാണ്. കാര്യം ഷാരോൺ എന്ന വ്യക്തി നിങ്ങൾ എല്ലാം കണ്ടു കാണും. ഇതൊന്നും ഞങ്ങളുടെ വാക്കുകളല്ല കേട്ടോ, കോടതി വിധിന്യായത്തിൽ എഴുതി വെച്ച വാക്കുകളാണ്. മരണക്കിടക്കയിലും അവൻ ഗ്രീഷ്മയെ സ്നേഹിച്ചു, മരണക്കിടക്കയിലും അവൻ ഗ്രീഷ്മയെ തള്ളിപ്പറയാൻ
ചെയ്യുന്നില്ല. 11 ദിവസം വെള്ളം കിട്ടാതെ, 11 ദിവസം വെള്ളം കുടിക്കാനാവാതെ ശരീരത്തിന്റെ സമസ്ത ഭാഗങ്ങളും ഒടിഞ്ഞ് ആന്തരികവയവങ്ങൾ അഴുകി മരിച്ച ആ വ്യക്തി വിധിയില്ലാതെ അവസാനം ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വന്നതാണ്. ഇത് പറയുന്ന ഒരു ഹൈക്കോടതി ജഡ്ജിയാണ്. അതായത് അവന് ഞാൻ പേപ്പർ വായിച്ചതും എഴുതി വായിച്ചോളൂ, 11 ദിവസം വെള്ളം കുടിക്കാൻ കഴിയാതെ മരിച്ച ഒരു വ്യക്തിയെ അവസാനം അവൾ ഓണർ ചെയ്യപ്പെട്ട് പോയതുകൊണ്ട് ചെയ്തതാണെന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ പുരുഷന്റെ ജീവിതത്തിന്, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന് ജീവൻ അത്ര വിലയേ ഉള്ളൂ എന്നൊരു തിരിച്ചറിവ് പോലീസ് പിടിച്ചെടുത്തിരിക്കുകയാണ്. അവരുടെ പേരിൽ കേസെടുത്തു നിലവിൽ പറഞ്ഞുള്ളൂ. പിന്നെ നമ്മളിപ്പോ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഗ്രീഷ്മയ്ക്ക് ഒരു തൂക്കുകയർ കൊടുത്തതിനുള്ള ഒരു സന്തോഷം. കാരണം സാധാരണഗതിയിൽ ഇങ്ങനെ വരാറില്ല. അപ്പോൾ അതിലൊരു സന്തോഷമായിട്ടുള്ള ഒരു പ്രകടനവും. രണ്ടാമത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് നമ്മളെ കമാൽ ഭാഷ സാറ് വളരെയധികം ഷാരോണിനെതിരെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അതൊരു ശക്തമായ പ്രതിഷേധം. അദ്ദേഹത്തെ പോലുള്ളവർ ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല. ഈ നാടിനും സമൂഹത്തിനും ഒരു തെറ്റായിട്ടുള്ള ഒരു മെസ്സേജാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. അത് ഇനിയുള്ള തലമുറയ്ക്ക് ഇനിയുള്ള തെറ്റ് സ്ത്രീകൾ വീണ്ടും വീണ്ടും ചെയ്യാൻ പ്രചോദനം ഉണ്ടാകും. ഇവിടെ ഇങ്ങനെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടായതിൽ നമുക്ക് സന്തോഷിക്കാനുള്ള കാരണം പറഞ്ഞുതരാം. സ്ത്രീകൾ കൂടുതലായിട്ട് തെറ്റുകളിലേക്ക് പോകാതിരിക്കും. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കേസുകളിൽ പ്രതിയാവുകയാണ് സ്ത്രീകൾ. നമ്മുടെ കുഞ്ഞു മക്കളാണ്. അതാദ്യം നമ്മൾ നോക്കണം. കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്ന